അപ്പോൾ ഈ നീലാമരി തേക്കണവർ പ്രത്യേകിച്ചും മുടി എന്താ പറയുക ചകിരി പോലെ ആവണമെന്നുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ മുടി ചകിരി പോലെ ആവാതിരിക്കാൻ നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു കോഴിമുട്ടയുടെ വെള്ളം അതിലാണ് ചേർക്കുക. മനസ്സിലായല്ലോ. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പനിക്കൂർക്ക. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ആദ്യം ഇത് അരയ്ക്കാം. നമ്മൾ പനിക്കൂർക്ക നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞു കേട്ടോ. നമുക്കത് ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കണം കേട്ടോ. ഒത്തിരി കടുപ്പത്തിൽ ഈ വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചു, അടുപ്പ് ഓൺ ചെയ്തു. ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ ചായപ്പൊടി ഇടണം. എനിക്ക് കണ്ടോ, ചായപ്പൊടി നല്ല ഇടാം കേട്ടോ. 2-3 ടീസ്പൂണ് തേയിലപ്പൊടി ഇട്ടോളുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് കുറുക്കണം. എന്നിട്ട് ഇത്ര തന്നെ അളവ് വേണ്ട, നമുക്ക് കുറച്ച് അളവ് കമ്മിയാക്കാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മളുടെ പനിക്കൂർക്ക അരച്ചതും ഉണ്ടല്ലോ ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചായപ്പൊടി ഇടുകയാണേ. ചായപ്പൊടി ഇട്ടാൽ ചെറിയ തീയിൽ മതി കേട്ടോ നമ്മൾ, അല്ലെങ്കിൽ ചായ തിളച്ച് പോകും. മക്കളെ, അതിന് നമുക്ക് വേണ്ടത് നീലമരിപ്പൊടിയാണ് കേട്ടോ. നമ്മളെ മുടി കറുപ്പിക്കാനേ ആദ്യം നീലമരിപ്പൊടി കണ്ടോ. ഇത്ര അളവിൽ നീലമരി, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ അളവാണ് കേട്ടോ. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, പനിക്കൂർക്ക കണ്ടോ, പനിക്കൂർക്ക അരച്ച് വെച്ചത്. നമുക്ക് നീരിറക്കം വരാതിരിക്കാനും പിന്നെ മുടി കറുപ്പ് കൂടുതൽ കിട്ടാനും നമ്മളിത് മൈലാഞ്ചി ഉപയോഗിക്കുന്നില്ല കേട്ടോ. എന്നെ ചിലവർക്ക് ചോക്കുക എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പം മുടി ചോക്കില്ല കേട്ടോ. ഇത് തലേദിവസം കലക്കിയൊന്നും വേണ്ട, കലക്കിയത് ഉടൻ തേക്കാം കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് നന്നായിട്ട് നല്ല ഡാർക്ക് കളറുള്ള കട്ടൻ ചായയാണ്. ഇത് വെള്ളത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കട്ടൻ ചായ. പിന്നെ പനിക്കൂർക്കയുടെ ഇല ഒക്കെ വെള്ളത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി കലക്കിയിട്ട് നമ്മളിതൊരു 5 മിനിറ്റൊക്കെ വെക്കാവുള്ളൂ കേട്ടോ. കലക്കിയതും പെട്ടെന്ന് തേക്കണം. അപ്പോൾ നിങ്ങളേ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കോളൂ കേട്ടോ നീലമരി. അപ്പോൾ നമ്മൾ ചോദിക്കുക ഏറ്റവും ആയുർവേദ കടകളിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ ആമസോണിൽ നിന്നോ എവിടുന്നെങ്കിലുമൊക്കെ വരുത്തിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല കളറുണ്ടാകും. മറ്റേത് എന്താ വെച്ചിട്ട് എന്താ പറയുക, ഇത്ര കളറ് കിട്ടണില്ല, ഒരു ഇലപ്പച്ച കിട്ടണില്ല. ഇത് ഒറിജിനലിൻ്റെ കളറ് കണ്ടോ, നല്ല കളറാണ്. ഞാൻ ആദ്യം വാങ്ങിയപ്പോൾ എനിക്കും അബദ്ധം പറ്റിയിരുന്നു, ഒരു കളറില്ലാത്ത നീലമരിപ്പൊടി. അപ്പോൾ നമ്മൾ ഏത് പ്രായക്കാർക്കും മുടി നരയ്ക്കുന്നുണ്ടെങ്കിൽ ഇതാട്ടോ. നമുക്ക് ഇതൊന്നും തേക്കാൻ വയ്യാത്തവർക്ക്, കെമിക്കൽ തേക്കാൻ വയ്യാത്തവർ ഇത് തേച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലൂസിൽ വേണം. കണ്ടല്ലോ, നമ്മൾ കട്ടൻ ചായയിൽ ലൂസാക്കുക. നമ്മളുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇതിലേക്ക് തന്നെ വേണം കേട്ടോ. വെറുതെ ഞാനൊന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത് മുഴുവനായിട്ടും പനിക്കൂർക്ക ഞാൻ കണ്ടില്ല എടുത്തത്, അത്ര എടുത്തോളൂ കേട്ടോ. നീരിറങ്ങില്ല. കുറച്ച് നേരം നീലമരി കുറച്ച് തണുപ്പാണ്, അപ്പോൾ അത് കുറച്ച് നേരം വെച്ചിരിക്കാൻ പറ്റാത്തവർക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കലക്കിയാൽ മതി. കണ്ടല്ലോ, ഇത് മതി. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ലൂസാക്കാം, പക്ഷെ ഒലിക്കാനും പാടില്ല, അതാണ്. കണ്ടല്ലോ, ഇങ്ങനെ മതി. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ ആക്കി വയ്ക്കാം. ഇത് ഇത്ര വലിയ പാത്രം വേണമെന്നൊന്നുമില്ല. കണ്ട, ഇതിലേക്ക് തന്നെ ആക്കി വയ്ക്കാം. ഈ പാത്രത്തിൽ തന്നെ മതി. നമുക്ക് കുറച്ചും കൂടി ഒന്നും കൂടി ലൂസാവണം. കണ്ടല്ലോ, ഇനി നമുക്ക് ബ്രഷ് കൊണ്ട് തേക്കുകയാണെങ്കിൽ, ഗ്ലൗസ് ഉണ്ടെങ്കിൽ കൈ കൊണ്ട് തേച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ബ്രഷ് കൊണ്ട് തേക്കാം. കണ്ടോ, ഇത്ര അളവ് മതിയാവും. എനിക്ക് ഇത്ര അളവ് മതി കേട്ടോ. ഞാൻ തലപ്പത്തേക്കൊന്നും തേക്കില്ല. ഞാൻ പിന്നെ തലയുടെ ഓടിനോടനുസരിച്ചുള്ള ഭാഗത്താണ് എനിക്ക് നരയുള്ളത് കേട്ടോ. എനിക്ക് തലപ്പത്തേക്ക് അങ്ങനെ നരയില്ല. കണ്ടോ, ഇതിങ്ങനെ ഇനി ഒരു 10 മിനിറ്റ് കേട്ടോ ഇത് വെക്കാവൂ, പെട്ടെന്ന് തേക്കണം. അപ്പോൾ ഈ നീലമരി തേക്കണവർ പ്രത്യേകിച്ചും മുടി എന്താ പറയുക ചകിരി പോലെ ആവണമെന്നുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ മുടി ചകിരി പോലെ ആവാതിരിക്കാൻ നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു കോഴിമുട്ടയുടെ വെള്ളം അതിലാണ് ചേർക്കുക. മനസ്സിലായല്ലോ. അപ്പം നമുക്കിതിൻ്റെ വെള്ളം എടുക്കാം കേട്ടോ. കുട്ടികളെ പണി പാളി പോകണമെന്നില്ലല്ലോ. കണ്ട, ഞാനൊരു കത്തിരുത്തിട്ട് ഒരു ഉടയ്ക്കല, പക്ഷെ ഇത് നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടല്ലോ, വെള്ളം മാത്രം കിട്ടണത്. ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എൻ്റെ കയ്യുമെന്ന് ചായപ്പൊടിയുടെ വെള്ളം എന്തൊക്കെ മുട്ടേമ്പിലായി വെളുത്താവണ്ട കഴിഞ്ഞു തോന്നുന്നു. അത്ര മതി. അപ്പോൾ നമുക്ക്
കിട്ടിയിട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഈ കോഴിമുട്ടയുടെ വെള്ള പറഞ്ഞിട്ട് നല്ലോണം ഇളക്കണം. കണ്ടല്ലോ, നല്ല പേസ്റ്റ് പോലെ ഈ കണ്ട. ഇതിന് തന്നെ ഒരു ഗുണം കിട്ടിയിട്ടോ. കണ്ടല്ലോ, ഇത്രയും മതി. ഇപ്പം നന്നായി കൂട്ടിയേ, ഇത്ര മതി മക്കളെ. നമ്മൾ ഈ മുടി കറുപ്പിക്കാനുള്ള ഹെയർ ഡൈ തേക്കുമ്പോഴേ ഈ കോഴിമുട്ടയുടെ വെള്ള ഇത് തീർച്ചയായിട്ടും ഇതിൽ ചേർക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ചകിരി പോലെ ഇരിക്കും, മുടി കറക്കുകയൊക്കെ ചെയ്യും നന്നായിട്ട്. അപ്പം നമ്മളിത് തലയിൽ കുറച്ച് നേരം വെച്ചിരിക്കണതല്ലേ. അപ്പം നമ്മൾ തണുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചേർത്തത്? പനിക്കൂർക്കടയില കേട്ടോ. നീലമരി കുറച്ച് തണുപ്പാണ്. അപ്പം നമുക്ക് ഹെന്ന അങ്ങോട്ട് മറക്കാം. ഹെന്ന വേണ്ട, നല്ലോണം കറക്കും കുട്ടികളെ. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കോഴിമുട്ട വെള്ളത്തിലേക്ക് പാർന്ന് ഓൾറെഡി ഇളക്കി കണ്ടോ. ഈ കോഴിമുട്ട വെള്ളം മുഴുവനെ പുറന്നു. ഇനി ലേശേ ഉള്ളൂ. ഞാനത് ഇളക്കി കഴിഞ്ഞിട്ട് അങ്ങക്ക് കാണിച്ചു തന്നെ. കണ്ടല്ലോ, ഈ കോഴിമുട്ട വെള്ളം നല്ലതാട്ടോ. നമ്മളെ മുടി നല്ല സ്മൂത്ത് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ മുടി കറക്കണോടൊപ്പം നല്ല മയുള്ള മുടിയായി കിട്ടും. ചകിരി പോലെ ഉള്ളതില്ല. പിന്നെ അതുപോലെ നീലമരി തേച്ചിട്ട് നമുക്ക് പെരടി കടച്ചിൽ, ഒരു ഭാഗം തലവേദന അങ്ങനെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പനിക്കൂർക്കടയല്ല കേട്ടോ അരച്ചിട്ട് ചേർക്കണം. എന്നാൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. കണ്ടോ, ഇത് നല്ല ഇതാണ്. ഇനി ഇത് തേച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഹെയർ ഡൈ ചെയ്യണ ദിവസം കേട്ടോ. ഇന്ന് ഈ എണ്ണ തേക്കരുത്. ഞാൻ തേക്കണ എണ്ണ വേണ്ടവരോ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പർ പറഞ്ഞുതരാം. 96 56 16 29 90. വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കയറിക്കോളൂ കേട്ടോ. എങ്കിൽ അമ്മ വീട്ടിൽ സേഫായിട്ട് എണ്ണ എത്തിച്ച് തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേറൊരു എണ്ണ കൂടി ഉണ്ട് കേട്ടോ. ഇതിന് നമ്മൾ കാന്തി കാരറ്റ് ഓയിൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് അമ്മ യൂസ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുക്കുക. കാരണം എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവരും ഓർഡർ ചെയ്തോളൂ. വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ് കേട്ടോ. ഇത് നമ്മളെ മുഖത്തെ മഞ്ചിഷ്ട, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇരട്ടി മധുരം ക്യാരറ്റ്, വെറും ക്യാരറ്റ് മാത്രമല്ല കേട്ടോ. പിന്നെ നാളികേരപ്പാല്, പിന്നെ സീക്രട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കരിമംഗല്യം വന്നിട്ടേ അങ്ങനെയൊക്കെ കറുത്ത പാടുള്ളവർക്കും പിന്നെ ചർമ്മം തിളങ്ങണം എന്നുള്ളവർക്കൊക്കെ ഇത് ഡെയിലി തേക്കാൻ നല്ലതാണ് കേട്ടോ. കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായിരുന്നവരെ എല്ലാവർക്കും തേക്കാം കേട്ടോ. അപ്പോൾ അമ്മ അത് തേക്കുകൊണ്ടാണ് ഇത് പുറത്തേക്ക് ഇരുത്തണം കേട്ടോ. കുറച്ച് തേച്ച് കഴിഞ്ഞോ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഡൈ തേക്കാം. ഡൈ തേക്കണ ദിവസം എണ്ണ തേക്കരുത് കേട്ടോ. ഇന്നലെ നിങ്ങൾക്ക് പറ്റിച്ച താളി തേച്ച എണ്ണ കളഞ്ഞോളുണ്ടോ. എങ്കിലാണ് കൂടുതൽ ഇത് മുടിയിലേക്ക് പിടിക്കുക. നീലമരിയാണല്ലോ. ആ തണുപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പനിക്കൂർക്ക ചേർക്കണതേ. ഭയങ്കര തണുപ്പാണ് നീലമരിക്ക്, മനസ്സിലായല്ലോ. പിന്നെ കറുപ്പ് കൂടുക ചെയ്യുക. നമ്മളെ പനിക്കൂർക്ക പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് കൂട്ടണ സാധനമാണ്. പിന്നെ നിങ്ങൾ കോഴിമുട്ടയുടെ വെള്ളം എന്തിനു ചേർത്തു എന്ന് എല്ലാവർക്കും ഉണ്ടാവും ചോദ്യം അല്ലേ. മുടി ചകിരി പോലെ ഇരിക്കും മക്കളെ കോഴിമുട്ടയുടെ വെള്ളം ചേർത്തിയില്ലെങ്കിൽ. എനിക്ക് അനുഭവം കൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ കോഴിമുട്ടയുടെ വെള്ളം കൂട്ടിയിട്ടാണ് തേക്കല്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ തേക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 40 മിനിറ്റ് 50 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. ഞാൻ 40-50 മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളയാനാണ് പതിവ്. ഇത് തേച്ചിട്ട് നമ്മളൊരു കവർ കെട്ടി വെക്കുക. നമ്മൾ ചിലവർ തലയിലേക്കുള്ള സ്കാപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല, വല്ല പ്ലാസ്റ്റിക് കവറും കെട്ടി വെക്കും. അപ്പോൾ ഇത് തേക്കുമ്പോൾ പച്ച കളറാണ് കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതിങ്ങനെ കളറ് മാറിയിട്ട് നമ്മളെ മുടിയിൽ ഇരുന്നിട്ട് തന്നെ കറക്കും. നീലമരിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. തലേ ദിവസം ആരും കലക്കി വെക്കരുത് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി തേക്കണ്ട, മൈലാഞ്ചി മറന്നോളൂ. അത് വേണ്ട, അത് ചോക്കല്ലേ ചെയ്യണത്. ചിലവർ തലേ ദിവസം മൈലാഞ്ചി തേച്ച് കഴുകി കളഞ്ഞ് പിറ്റേ ദിവസം നീലമരി തേക്കും. നമുക്കിത് ഒരു ദിവസം മെനക്കെട്ടാൽ മതി കേട്ടോ. മുടി കറക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് തലേ തേക്കാം. എൻ്റെ മുടിയുടെ നെറുക് കൂടെ കണ്ടോ നാര കാണിക്കുക. കണ്ടോ, ഇവിടെയൊക്കെ എനിക്ക് നാര കണ്ടല്ലോ. എനിക്ക് പിന്നെ കണ്ടോ എൻ്റെ തലപ്പത്തേക്കൊന്നും നരയില്ലേ, കണ്ടില്ലേ. ഇവിടെയൊക്കെ ഇങ്ങനെ നര, എവിടേക്കോ നര കണ്ടോ. എവിടേക്കോ തലയെ കൊണ്ട് കുട്ടികളെ എവിടെ നരാന്ന് കാണാല്ലേ കേട്ടോ. നമുക്കതൊക്കെ കായി
അപ്പം നമ്മളെ നീലമരി ഒരുവിധമൊക്കെ തേച്ചു, കുറച്ച് കൈ കൊണ്ട് വാരി തേച്ചു, കുറച്ച് ബ്രഷ് കൊണ്ട് തേച്ചു. അങ്ങനെ ബ്രഷ് കൊണ്ടൊന്നും എനിക്ക് ശരിയാവണില്ല. അപ്പോൾ ഇനി ഇത് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളെ തലമുടിയിൽ ഇരുന്നിട്ട് തന്നെ ഇതിങ്ങനെ ഈ പച്ചപ്പ് പോയിട്ട് ഒരു കറുപ്പിനോട് ചേർന്ന് നീലക്കറുപ്പ് വരും കേട്ടോ. അപ്പം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിത് പിന്നെ ഒരു കേപ്പിട്ട് വെച്ചിട്ടേ 40 മിനിറ്റ് 45 മിനിറ്റ് കഴിഞ്ഞാൽ നോർമൽ വെള്ളത്തിൽ കഴുകി കളയും. നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. കണ്ടോ, ഇപ്പം തന്നെ കുറേശ്ശെ കളറ് മാറി കാണാല്ലേ നിങ്ങൾക്ക്? ആ പച്ചപ്പ് പോയിട്ടൊന്ന് കറുപ്പിനോട് ചേർന്നു. അപ്പോൾ അത് നമ്മളൊരു 1 മണിക്കൂർ വെക്കാൻ 2 മണിക്കൂറൊക്കെ വെക്കാൻ വയ്ക്കണവർ ക്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ വെച്ചോളൂ കേട്ടോ. ഞാനും ഇപ്പോൾ ഇതാ ഒരു ക്യാപ്പ് ഇട്ടിട്ട് ഇനി 40 മിനിറ്റ് കഴിഞ്ഞിട്ടേ കഴുകി കളയുള്ളൂ കേട്ടോ. നമ്മുടെ ക്യാപ്പ് എല്ലാവരും കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ക്യാപ്പ്. അമ്മ ഇനി ഇതങ്ങനെ നെറ്റിയുമ്പോൾ കൂടെ കുറേശ്ശെ ഒലിക്കും. അത് അമ്മ നല്ല ഒന്ന് തുടയ്ക്കും, കാരണം ഇവിടെ ടൈറ്റ് ആയിട്ട് അതിൻ്റെ വെള്ളം ഒന്നും ഇങ്ങനെ വരിക കേട്ടോ. അപ്പം ഇനി അമ്മ 40 മിനിറ്റ് അടുക്കളയിൽ കൂടെ പണിയൊക്കെ എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് ഇത് കഴുകി കളയാം നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്നേ അമ്മയ്ക്ക് പറയാനുള്ളൂ. മൈലാഞ്ചി വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനെ കൂടി അനേബിൾ ചെയ്ത് അമ്മ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. അപ്പോൾ അമ്മ 1 മണിക്കൂർ വെച്ച് കുളിച്ച് വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഉണങ്ങിയ തുണി ഒന്നും കൂടി കെട്ടിക്കണ്ട് അമ്മ. നല്ല വെള്ളം പോട്ടെ വിചാരിച്ചിട്ട് നീലമരി തേച്ചതല്ലേ. അപ്പോൾ കണ്ടോക്ക് നല്ല മിനുസുണ്ട് കേട്ടോ മുടി. നമ്മൾ കോഴിമുട്ട വെള്ളം തേക്കുകൊണ്ടേ ഒരു ചകിരി പോലെ അല്ലേ, മറ്റേ നമ്മൾ നീലമരി തേച്ച ഒരു ചകിരി പോലെ ഉണ്ടാവും. പിന്നെ പനിക്കൂർക്കട ഇത് നീരിലല്ലേ നമ്മളെ കട്ടൻ ചായയിലൊക്കെ, അത് കാരണേ കറുത്തണ്ണു കണ്ടല്ലോ, നല്ല കറുത്തണ്ണു. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പനിക്കൂർക്കയും കോഴിമുട്ടയും എന്തായാലും ഉപേക്ഷിക്കേണ്ട കേട്ടോ. അത് അതിൽ ചേർത്തികളുണ്ട്. എന്നാൽ മുടി നല്ല മിനുസുണ്ടാവും. മറ്റേത് ഇങ്ങനെ മുടി തൊടുമ്പോഴേ ഒരു കരപരാന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കണം.